അപ്പോൾ കഴിഞ്ഞ 6 മാസം ഞാൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വീഡിയോസ് ഇട്ടില്ല? എൻ്റെ ഒരുപാട് അല്ലെങ്കിലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു, പുതിയ സിനിമകളൊന്നും കണ്ടില്ലേ, റിവ്യൂ ഒന്നും കാണുന്നില്ലല്ലോ, ഇപ്പം എന്താ വ്ളോഗ്സ് ഒന്നും ഇടാത്തേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനും കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കാരണം ഞാൻ ഒന്ന് പ്രവാസ ജീവിതത്തിന് പോയി കുറച്ച് നാളത്തേക്ക്. താല്പര്യമില്ലാഞ്ഞിട്ടും കൂടി ചില കാരണങ്ങൾ കൊണ്ട് മിക്കവരും അങ്ങനെയാണ്, പ്രവാസ ജീവിതം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സെറ്റായില്ല. എന്നുവെച്ചാൽ ഡ്യൂട്ടി ടൈം ആയാലും അല്ലെങ്കിൽ ജോലി ആയാലും പിന്നീട് ഓരോ ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കാരണം എനിക്കവിടെ നിൽക്കാൻ പറ്റാണ്ട് വന്നു. പിന്നീട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്തായാലും ഇപ്പം നമ്മൾ കാശുണ്ടാക്കുന്നു, ഓക്കെ ശരിയാണ്, എങ്കിൽ കൂടി നമുക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇല്ലേ. എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെയാണ്. ഞാൻ അവരെ ആരെയും കുറ്റം പറയുക അല്ലെങ്കിൽ അതൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യാനും വ്ളോഗ്സ് ചെയ്യാനും ഒക്കെയാണ് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനുള്ളൊരു സമയമോ ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ എത്ര ക്യാഷ് ഉണ്ടാക്കുന്നു എന്നതല്ലല്ലോ, നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നതല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ക്വിറ്റ് ചെയ്തു, തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കാം, അപ്പോഴാണ് എനിക്ക് പനി വന്നത്. ഇപ്പോൾ കുറച്ച് നാളായി, ഒരാഴ്ചത്തോളമായി പനി ഒരുവിധം മാറി. എങ്കിലും സൗണ്ടും ചുമയൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് മാറി കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കുറച്ച് നാൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന ഒരുപാട് പേർക്കും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട്. മെൻ്റലി ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? ഇപ്പോൾ എനിക്ക് അവിടെ അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർ നാട്ടിൽ പോയിട്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ ഒരു ചേട്ടൻ്റെ കുഞ്ഞ് ജനിച്ചു, 1 വർഷമാകുന്നു. പക്ഷെ പുള്ളി ഇതുവരെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ചോദിച്ചപ്പോൾ പറയുന്നത് നാട്ടിൽ പോയാൽ കാശ് വേണ്ടെന്ന്. എന്നാൽ അവർ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്, എന്നാൽ കയ്യിൽ സേവിങ്സ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ നമ്മളെ ഫാമിലിയും വിട്ട് പേരൻസിനെയൊക്കെ വിട്ട് നമ്മൾ വല്ലയിടം പോയി കിടന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത എന്ത് ലൈഫാണത്? എല്ലാവരും പലരുടെയും പല ജീവിത രീതികളാണ്, പല സിറ്റുവേഷനാണ്. എങ്കിലും എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല, അങ്ങനെ ഒരു ജീവിതത്തിനോടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനൊക്കെ വിട്ടതും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുക, നമ്മളെ വേണ്ടപ്പെട്ടവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ അതിനാണ് വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് വിടേണ്ടി വന്നു, ഞാൻ വിട്ടു. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് കൺസിസ്റ്റൻസി കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പം ഞാനെന്തായാലും ഇന്ന് ആ പടം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം പോയി കാണുന്നൊരു സിനിമ തിയേറ്ററിൽ. അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങളത് ഓൾറെഡി കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് കയറി ഒന്ന് കാണുക. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ടും പിന്നീട് പോകുന്നതിനായിട്ടും കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ഞാനതെല്ലാം എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇനി പതിയെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.